ഒന്നാമത്തെ അധ്യായമായ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് നമ്മൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അരിത്തമെറ്റിക് സീക്വൻസിൽ പൊസിഷൻ ആൻഡ് ടേംസ് ആണ് അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു പൊസിഷൻ പറയുകയാണെങ്കിൽ x1, x2, x3, x4 ഇങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതുക, അരിത്തമെറ്റിക് സീക്വൻസ് എഴുതുക. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ എന്തും കണ്ടുപിടിച്ചു കഴിഞ്ഞു, കോമൺ ഡിഫറൻസ് അല്ലെ, കോമൺ ഡിഫറൻസും കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഒരു സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആവണമെങ്കിൽ there should be a common difference അല്ലെ, സെയിം കോമൺ ഡിഫറൻസ് വേണമെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഒരു എക്സാമ്പിൾ ചെയ്യാൻ പോവാണ്. ഞാൻ ഇവിടെ ഒരു സീക്വൻസ് എഴുതാണ് 1, 11, 21, 31, 41 എക്സെട്ര. ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ടേം 1, രണ്ടാമത്തെ ടേം 11, മൂന്നാമത്തെ ടേം 21. അപ്പൊ ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഒന്നാമത്തെ ടേം 1 തന്നെ, പക്ഷേ 11 എത്രാമത്തെ ടേം ആയിട്ട്, 11 മൂന്നാമത്തെ ടേം ആയിട്ട് ഒരു സീക്വൻസ് ഉണ്ടാക്കാനാണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസ് 1 മുതൽ 10 കോമൺ ഡിഫറൻസ് ആയിട്ട് വരുന്ന സീക്വൻസ് ആണ്. 1നോട് 10 കൂട്ടിയപ്പോൾ 11, 11 10 കൂട്ടിയപ്പോൾ 21, 21നോട് 10 കൂട്ടിയപ്പോൾ 31. അങ്ങനെ 10 കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ ടേം 1 തന്നെ, പക്ഷെ രണ്ടാമത്തെ ടേം എന്താ നമുക്കറിയില്ല, പക്ഷെ മൂന്നാമത്തെ ടേം എന്തായിരിക്കണം, 11 ആയിരിക്കണം, 11 ആയിരിക്കണം. അങ്ങനെ ഒരു സീക്വൻസ് ഫോം ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? അപ്പൊ ഇവിടെ നമുക്കറിയാം ഒരു സീക്വൻസിന്റെ ഒന്നാമത്തെ ടേമിനോട് കോമൺ ഡിഫറൻസ് ഒരു പ്രാവശ്യം കൂട്ടിയപ്പോഴാണ് എത്രാമത്തെ ടേം കിട്ടിയത്, സെക്കൻഡ് ടേം കിട്ടിയത് അല്ലെ. ഒന്നാമത്തെ ടേമിനോട് കോമൺ ഡിഫറൻസ് ഒരു തവണ ആഡ് ചെയ്തപ്പോഴാണ് സെക്കൻഡ് ടേം കിട്ടുക. ഇനി ഒന്നാമത്തെ ടേമിനോട് കോമൺ ഡിഫറൻസ് 2 ടൈം ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ഏത് ടേം കിട്ടിയത്, തേർഡ് ടേം കിട്ടിയത്. ഓക്കെ, ഇനി ഒന്നാമത്തെ ടേമിനോട് കോമൺ ഡിഫറൻസ് 3 ടൈം ആഡ് ചെയ്താലാണ് നമുക്ക് എത്രാമത്തെ ടേം കിട്ടുക, ഫോർത്ത് ടേം കിട്ടുക. ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ് ആണോ, നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ടേം എത്രയാണ്, 1. കോമൺ ഡിഫറൻസ് എത്രയാണ്, 10. അപ്പൊ കോമൺ ഡിഫറൻസ് 1 ടൈം ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി, 11. അപ്പൊ സെക്കൻഡ് ടേം കിട്ടിയല്ലോ. അപ്പൊ സെക്കൻഡ് ടേം കിട്ടാൻ വേണ്ടി നമ്മൾ ഒന്നാമത്തെ ടേമിനോട് കോമൺ ഡിഫറൻസ് ഒരു ടൈം ആഡ് ചെയ്തു. ഇനി രണ്ടാമത്തെ ടേം കിട്ടാൻ വേണ്ടി, രണ്ടാമത്തെ ടേം കിട്ടി, മൂന്നാമത്തെ ടേം കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്, ഒന്നാമത്തെ ടേമിനോട് കോമൺ ഡിഫറൻസ് എത്ര ടൈം ആഡ് ചെയ്യണം, 2 ടൈം ആഡ് ചെയ്യണം. അതായത് 1നോട് 2 10s ആഡ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും, 21. അപ്പൊ മൂന്നാമത്തെ ടേം കിട്ടിയല്ലോ. ഇനി നാലാമത്തെ ടേം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, 1നോട് കോമൺ ഡിഫറൻസ് എത്ര ടൈം ആഡ് ചെയ്യണം, 3 ടൈം. That is equal to 31. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു സീക്വൻസിലെ ഒന്നാമത്തെ ടേം തന്നിട്ട് കോമൺ ഡിഫറൻസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രാമത്തെ ടേം വേണമെങ്കിലും കാണാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് 10th ടേം ആണ് കാണേണ്ടത് എങ്കിൽ ഈ സീക്വൻസിലെ 10th ടേം കാണണമെന്ന് വിചാരിക്കുക. അതായത് 10ാമത്തെ സ്ഥാനത്ത് വരുന്ന സംഖ്യ കാണണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒന്നാമത്തെ ടേമിനോട് കോമൺ ഡിഫറൻസ് 9 തവണ കൂട്ടിയാൽ മതി. അതായത് നമ്മൾ എത്രാമത്തെ ടേം ആണോ കണ്ടുപിടിക്കുന്നത് ആ ടേമിൽ നിന്ന് 1 കുറച്ചിട്ട്, ആ ടേമിന്റെ പൊസിഷൻ നമ്പറിൽ നിന്ന് 1 കുറച്ചിട്ട് അതിനോട് അത്രയും തവണ, 1 കുറച്ചതിന്റെ അത്രയും തവണ കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ടേമിനോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടേം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഒന്നാമത്തെ ടേമും തന്ന് മൂന്നാമത്തെ ടേമും തന്നിട്ടുണ്ട്. ഇനി ഇതില് രണ്ടാമത്തെ ടേം ആണ് കാണാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ടേം കാണാൻ നമ്മൾ ഇവിടെ എന്താണ് യൂസ് ചെയ്യാൻ നോക്കാം. ഒന്നാമത്തെ ടേമിനോട് 2 തവണ കോമൺ ഡിഫറൻസ് കൂട്ടിയാലാണ് എന്ത് കിട്ടുക, മൂന്നാമത്തെ ടേം കിട്ടുക അല്ലെ. അതായത് x1നോട്
x1നോട് 2 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോഴാണ് മൂന്നാമത്തെ ടേം കിട്ടുക. അപ്പൊ നമുക്ക് x1 ഇവിടെ 1 ആണെന്ന് അറിയാം. കോമൺ ഡിഫറൻസ് നമുക്ക് അറിയില്ല അല്ലെ? കോമൺ ഡിഫറൻസ് അറിയായിരുന്നെങ്കിൽ സീക്വൻസ് എഴുതാമായിരുന്നു. അപ്പൊ അറിയില്ല. എന്നാൽ നമുക്കറിയാം 2 ഡികൾ ഉണ്ട്. 2 ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് 2D നേടിക്കൂടെ? യെസ്. തേർഡ് ടേം നമുക്കറിയാം ഏതാണ്? 11 ആണ്. ഓക്കെ, ഒന്നാമത്തെ ടേം നമുക്കറിയാം, കോമൺ ഡിഫറൻസ് അറിയില്ല, പക്ഷെ മൂന്നാമത്തെ ടേം നമുക്കറിയാം. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കാരണം എന്താണ്? ഇവിടെ 2 നമ്പറുകൾ തന്നിട്ടുണ്ട്, മൂന്നാമത്തതേ കണ്ടുപിടിക്കേണ്ടതുള്ളൂ. ഇനി ഇവിടെ നമുക്ക് ഇതല്ലേ കണ്ടുപിടിക്കുന്നത്? ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഡി അവിടെ തന്നെ വെക്കുക, 2D ഇവിടെ തന്നെ വെക്കുക. എന്നിട്ട് ഈ 1നെ നമ്മൾ ഈ ഭാഗത്തേക്ക് കൊണ്ടുപോവുക, ഈ ഈക്വൽസിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോവുക. അപ്പൊ എന്താ സംഭവിക്കുക? 11 ഇവിടെ തന്നെ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഇത് പ്ലസ് ആണ്, ഇവിടെ പ്ലസ് സൈൻ അല്ലേ ഉള്ളത്. അപ്പൊ അങ്ങോട്ട് പോകുമ്പോ മൈനസ് ആയി. അപ്പൊ 2D is equal to 11 minus 1 എത്ര കിട്ടും? 10. Then അടുത്തത് എന്താണ്? 2D is equal to 10 ആണെങ്കിൽ ഡീനെ മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുള്ളൂ അല്ലെ? ഡീന് ഒറ്റയ്ക്ക് വേണം. അപ്പൊ ഡീന് ഒറ്റയ്ക്ക് അവിടെ നിർത്തിയിട്ട് 2നെ എങ്ങോട്ട് കൊണ്ടുപോവാം. ഇവിടെ 2 into D ആയതുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോ അതെന്താവും? ഇൻറ്റു ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറും. അപ്പൊ D is equal to 10/2. അപ്പൊ D is equal to നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും. ഓക്കെ, അപ്പൊ കോമൺ ഡിഫറൻസ് നമുക്ക് ഇവിടെ 5 കിട്ടി. ഇനി നമുക്ക് ഈ സീക്വൻസിനെ എങ്ങനെ എഴുതാം? കോമൺ ഡിഫറൻസ് 5 ആണെങ്കിൽ ഒന്നിനോട് കോമൺ ഡിഫറൻസ് പ്ലസ് ചെയ്താൽ 1 + 5 that is equal to 1 + 5 6. അതായത് ഒന്നാമത്തെ ടേം 1, രണ്ടാമത്തെ ടേം 6, 6നോട് 5 കൂട്ടിയാൽ എത്രയാണ്? 11. ഇനിയും നമുക്ക് എന്ത് ചെയ്യാം? 5 കൂട്ടിയിട്ട് എഴുതാം. അപ്പൊ ഇതാണ് എന്ത്? നമ്മുടെ ന്യൂ സീക്വൻസ്. അതായത് നമ്മളിപ്പോ ഇവിടെ എന്തൊക്കെയാ ചെയ്തത്? ഒന്നാമത്തെ ടേമും തന്നു, മൂന്നാമത്തെ ടേമും തന്നു. നമുക്ക് ഇവിടെ രണ്ടാമത്തെ ടേം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? ഒന്നാമത്തെ ടേമിനോട് 2 times കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ തേർഡ് ടേം കിട്ടുമെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഒന്നാമത്തെ ടേം നമുക്കറിയാം, 2 times കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ 2D ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 11 കിട്ടി. പിന്നെ നമ്മൾ 2Dനെ മാത്രം അവിടെ വെച്ചു, 1നെ ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ 11 minus 1. അപ്പൊ 2D is equal to 10 കിട്ടി. പിന്നെ D അവിടെ തന്നെ വെച്ചു, 2നെ അങ്ങോട്ട് കൊണ്ടുപോയപ്പോ D is equal to 5 കിട്ടി. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടേമിനോട് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ നമുക്ക് സെക്കൻഡ് ടേം കിട്ടി. പിന്നെ നമുക്ക് ബാക്കിയുള്ള ടേം ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. മറ്റൊരു എക്സാമ്പിൾ ആണ്, ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിൾ തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു സീക്വൻസ് ആണ്. ആ സീക്വൻസിന്റെ തേർഡ് ടേം എത്രയാണ്? ഒരു സീക്വൻസ് തന്നിട്ടില്ല, പക്ഷെ എന്താ നമുക്ക് തന്നിട്ടുള്ളത്? ഒരു സീക്വൻസിന്റെ തേർഡ് ടേം 37 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് സെവൻത് ടേം എത്രയാണ്? 73 എന്നും തന്നിട്ടുണ്ട്. സെവൻത് ടേം 73 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്താ നമുക്ക് തന്നത്? തേർഡ് ടേമും തന്നിട്ടുണ്ട്, സെവൻത് ടേമും തന്നിട്ടുണ്ട്. നമ്മളോട് സീക്വൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മൾ തന്നതൊന്ന് നോക്കാം. നമുക്ക് ആ സീക്വൻസ് ഒന്ന് എഴുതി നോക്കാം. x1 അറിയില്ല, x2 അറിയില്ല, x3 അറിയാം. x3 എത്രയാണ്? 37 ആണ്. x3 നമുക്കറിയാം 37 ആണ്. ഇനി x4 അറിയോ? x4 അറിയില്ല, x5 അറിയില്ല, x6 അറിയില്ല, x7 ആണ് പിന്നെ അറിയാം 37. ഓക്കെ, ഇതാണ് നമ്മുടെ സീക്വൻസ്. പക്ഷെ നമുക്ക് ഈ സീക്വൻസിലുള്ള ഈ ആളുകളെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. x1നെ കണ്ടുപിടിക്കണം, x2, x4, x5, x6 അല്ലേ? സീക്വൻസ് എഴുതിയാൽ മതി. അതായത് നമുക്ക് ഏകദേശം ഒരു 4 ടേം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിരുന്നു അല്ലെ? പക്ഷെ നമുക്ക് കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഇത് 2 രീതിയിൽ ചെയ്യാം. ഞാൻ ഫസ്റ്റ് ഒരു രീതിയിൽ ചെയ്യാം, അതിനുശേഷം മറ്റേ രീതിയിൽ ചെയ്യാം. ഓക്കെ, ഇവിടെ സെവൻത് ടേം എത്രയാണ്? 73. ഓക്കെ, ആൻഡ് തേർഡ് ടേം എത്രയാണ്? 37. നമുക്ക് സെവൻത് ടേമിന്ന്
തേർഡ് ടേം മൈനസ് ചെയ്യാം. 7th ടേമിന് തേർഡ് ടേം മൈനസ് ചെയ്യാം. അതായത് 73ന് 37 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 36 കിട്ടും. ഓക്കെ അല്ലെ? 36 അല്ലേ? ഇനി നോക്കുക, ഈ 36 എന്ന് പറയുന്നത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക. ഇത് നമ്മളിപ്പോ എത്രാമത്തെ ടേം ആണ്? തേർഡ് ടേം. ഈ തേർഡ് ടേമിനോട് കോമൺ ഡിഫറൻസ് 1 2 3 4 ടൈം ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 73. അതായത് 37നോട് കോമൺ ഡിഫറൻസ് എത്ര പ്രാവശ്യം ആഡ് ചെയ്തു? 4 ടൈം ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് അറിയില്ല, ജസ്റ്റ് ഡി ആണെന്ന് വിചാരിക്കാം. അപ്പൊ 37നോട് ഒരു ഡി പ്ലസ് ചെയ്താൽ എത്ര കിട്ടും? x4 കിട്ടും. വീണ്ടും ഡി പ്ലസ് ചെയ്താൽ x5 കിട്ടും. വീണ്ടും ഡി പ്ലസ് ചെയ്താൽ x6 കിട്ടും. വീണ്ടും ഡി പ്ലസ് ചെയ്താൽ എത്ര കിട്ടും? 73 കിട്ടും. അപ്പൊ നമ്മൾ 37നോട് എത്ര ഡി ആണ് ആഡ് ചെയ്തിട്ടുള്ളത്? 37നോട് എത്ര ഡി ആഡ് ചെയ്തു? 37നോട് നമ്മള് 4d ആഡ് ചെയ്തു അല്ലെ? അപ്പൊ അവിടെ നമുക്ക് എന്താ കിട്ടിയത്? 4dകൾ അല്ലെ? 4d's. അതായത് 4dകൾ ആണ് എന്ത്? 36. 4d is equal to 36 ആണ്. ഒന്നുകൂടെ പറയാം. നമുക്ക് 37നോട് d 4 തവണ ആഡ് ചെയ്തപ്പോഴാണ് 73 കിട്ടിയത് അല്ലെ? അപ്പം 37നോട് 4 തവണ ആഡ് ചെയ്തപ്പോൾ 73 കിട്ടി. 73 കിട്ടിയ അത് 73ന് 37നുള്ള ഡിഫറൻസ് നമുക്കറിയാം എത്രയാണ്? 36 ആണ്. ആ 36നെയാണ് എന്ത്? 4d. അതായത് 37നോട് 36 പ്ലസ് ചെയ്തപ്പോഴല്ലേ 73 കിട്ടിയത്? 37നോട് 36 പ്ലസ് ചെയ്തപ്പോഴാണ് 73 കിട്ടിയത്. അപ്പം 37നോട് 4d പ്ലസ് ചെയ്താലും എന്തിനാണ് കിട്ടുക? 37നോട് 4d പ്ലസ് ചെയ്താലും 73 ആ കിട്ടുക. ഈ 37നോട് ഏതോ ഒന്ന് പ്ലസ് ചെയ്തപ്പോൾ 73 കിട്ടി. ആ പ്ലസ് ചെയ്ത ആളാണ് 36. അപ്പൊ 4dയും 36ഉം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. Therefore d is equal to 36/4. That is equal to എത്രയാണ്? 9 അല്ലെ? 36/4 എത്രയാണ്? 9. അപ്പൊ ഇനി നമുക്ക് സീക്വൻസ് ഉണ്ടാക്കാലോ. എങ്ങനെയാണ് ഇനി സീക്വൻസ് ഉണ്ടാക്കുക? 37 എത്രാമത്തെ ടേം ആണ്? മൂന്നാമത്തെ ടേം ആണ്. അപ്പൊ സെക്കൻഡ് ടേം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സെക്കൻഡ് ടേം കിട്ടണമെങ്കിൽ 37ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം അല്ലെ? 37ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യാം. അപ്പൊ 37ന് 9 മൈനസ് ചെയ്താൽ എത്ര കിട്ടുക? 28. 28 പ്ലസ് 9 ആണ് എന്ത്? 37. ഇനി ഫസ്റ്റ് ടേം കിട്ടണമെങ്കിലോ? ഫസ്റ്റ് ടേം കിട്ടണമെങ്കിൽ സെക്കൻഡ് ടേമിന് എന്ത് മൈനസ് ചെയ്യണം? 9 മൈനസ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് ടേം എത്രയാണ്? 19. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ സീക്വൻസ് കിട്ടിക്കഴിഞ്ഞു. ഏതാണ് സീക്വൻസ്? 19, 28, 37. അടുത്തത് കിട്ടണമെങ്കിൽ എത്രയാണ്? 46. 46 കഴിഞ്ഞാൽ 55. 55 കഴിഞ്ഞാൽ 64. 64 കഴിഞ്ഞാൽ എത്രയാണ്? 73. ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. നമ്മളിപ്പോ കണ്ടുപിടിച്ച സീക്വൻസ് ഇല്ലേ? നമ്മളിപ്പോ കണ്ടുപിടിച്ച സീക്വൻസിന്റെ 25th ടേം കാണാനാണ്. ഈ സീക്വൻസിന്റെ 25th ടേം കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് x 25 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. In between these two terms there are 22 terms. 25ാമത്തെ ടേമിന്റെയും മൂന്നാമത്തെ ടേമിന്റെയും ഇടയിൽ 22 ടേംസുകളാണ് ഉള്ളത്. അപ്പോൾ കോമൺ ഡിഫറൻസ് 22 ടൈം ആഡ് ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത്. അതായത് മൂന്നാമത്തെ ടേമിനോട് കോമൺ ഡിഫറൻസ് 22 തവണ ആഡ് ചെയ്തപ്പോഴാണ് 25ാമത്തെ ടേം കിട്ടിയത്. ഓക്കെ. അപ്പൊ മൂന്നാമത്തെ ടേം നമുക്ക് അറിയാം. മൂന്നാമത്തെ ടേം എത്രയാണ്? 37 ആണ് അല്ലെ? മൂന്നാമത്തെ ടേം 37 ആണ്.
ഈ 37നോട് കോമൺ ഡിഫറൻസ് എത്രയാണ്? 9. കോമൺ ഡിഫറൻസ് എത്ര ടൈം ആഡ് ചെയ്തു? 22 ടൈം. 22 ടൈം, അതായത് 22 ടൈം എന്ന് പറയുമ്പോൾ 22 into 9 ചെയ്താൽ മതി. 22 ടൈം കോമൺ ഡിഫറൻസ് 37നോട് ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? x25 കിട്ടുക, 25ാമത്തെ ടേം കിട്ടുക. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. 37 plus 22 into 9 ചെയ്ത് നോക്കുക. 22 into 9 എത്രയാണ്? 9 2 18, ബാക്കി 1 2 9 18 3 19. 198. That is equal to 235 അല്ലേ? 9 8 7 15, ബാക്കി 1 10 3 13, ബാക്കി 1 2. അപ്പൊ 235 നമുക്ക് കിട്ടും. അതായത് 25ാമത്തെ ടേം എത്രയാണ്? 235. അപ്പൊ എത്ര ഈസി ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഇങ്ങനെ ആഡ് ചെയ്ത് പോവാതെ നമുക്ക് ഈസി ആയിട്ട് കാണാം എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്. മൂന്നാമത്തെ ടേം നമുക്ക് അറിയാമെങ്കിൽ ഇനി എത്രാമത്തെ ടേം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് നോക്കിയാൽ മതി? ആ ടേമും ഈ ടേമിന്റെയും ഇടയിൽ എത്ര ടേംസ് വരുന്നുണ്ട് നോക്കിയാൽ മതി. അപ്പൊ ഇതിന്റെയും ഇടയിൽ എത്ര ടേംസ് ആണ് വരുന്നത്? 22 ടേംസ് ആണ്. ആ 22 ടൈംസ് എന്ത് ആഡ് ചെയ്യുക? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. എന്തിനോട്? ഈ ടേമിനോട്. ഓക്കെ, ക്ലിയർ? ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഏതാണ്? ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തന്നിട്ടുണ്ട്. എന്ത് കാണണം? 25th ടേം കാണണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് തമ്മിൽ, ഈ ടേംസുകൾ തമ്മിൽ ഇതിനിടയിൽ എത്ര ടേംസുകൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. 25ാമത്തെ ടേമിന്റെയും രണ്ടാമത്തെ ടേമിന്റെയും ഇടയിൽ എത്ര ടേംസ് ഉണ്ട് നോക്കാം. 25ാമത്തെ ടേമിന്റെയും സെക്കൻഡ് ടേമിന്റെയും ഇടയിൽ എത്ര ടേംസ് ഉണ്ട് നോക്കാം. എത്ര ടേംസ് ഉണ്ട്? 25 മൈനസ് 2 ചെയ്ത് നോക്കാം. അപ്പൊ എത്ര ടേംസ് ആണ്? 23 ടേംസുകളാണ് ഉള്ളത്. ഓക്കെ, 23 ടേംസുകളാണ് ഉള്ളത്. അപ്പൊ ഈ 23 തവണ എന്ത് ആഡ് ചെയ്യേണ്ടി വരും? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ 23 into 9, അത് എത്രയാണോ അതിനോട് എന്ത് പ്ലസ് ചെയ്യണം? 28 പ്ലസ് ചെയ്യണം. അതായത് 28നോട് 23 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തത് പ്ലസ് ചെയ്താൽ നമുക്ക് 25ാമത്തെ ടേം കിട്ടും. അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? 28 പ്ലസ് 23 into 9 9 27, ബാക്കി 2 2 പാട്ടും 2 20. That is equal to 235. ഓക്കെ, അപ്പൊ ഇവിടെ ഇങ്ങനെ ചെയ്താലും നമുക്ക് എന്ത് കിട്ടി? 25th ടേം കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് ടേം തന്നിട്ടില്ല, ഫസ്റ്റ് ടേം മാത്രമാണ് തന്നത്. കോമൺ ഡിഫറൻസും തന്നു, ഫസ്റ്റ് ടേമും തന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാച്ചാല് എന്ത് ചെയ്യാം? ഫസ്റ്റ് ടേമിനോട് കോമൺ ഡിഫറൻസ് എത്ര ടൈം ആഡ് ചെയ്യണം? ഇതിനിടയിൽ എത്ര ടേംസുകൾ വരുന്നുണ്ട് നോക്കുക. 25ന്റെയും 19ന്റെയും ഇടയിൽ എത്ര ടേംസ് വരുന്നുണ്ട് നോക്കുക. അപ്പൊ എത്ര ടൈംസ് ആണ്? 24 ടേംസ് ആണ് വരുന്നത്. അപ്പൊ 24 ടേംസ് ആണെങ്കിൽ ഓക്കെ, ഇനി എന്ത് ചെയ്യാം? 24 into 9 ചെയ്യാം. 9 4 36, 2 പാട്ട് 3 21. That is also is equal to 235. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു സീക്വൻസിന്റെ ഫസ്റ്റ് ടേം തന്നിട്ട് കോമൺ ഡിഫറൻസും തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സീക്വൻസിന്റെ എത്രാമത്തെ ടേം വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. ക്ലിയർ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആ ഫസ്റ്റ് ടേമിനോട് എത്രാമത്തെ ടേം ആണോ നമുക്ക് കാണേണ്ടത്, ആ ഫസ്റ്റ് ടേമും ആ ടേമും തമ്മിലുള്ള ഡിഫറൻസ് കാണാം, ടേംസുകൾ തമ്മിലുള്ള ഡിഫറൻസ് കാണാം. എന്നിട്ട് ആ ഡിഫറൻസിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് ഫസ്റ്റ് ടേം ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ടേമിന്റെ സ്ഥാനത്തുള്ള നമ്പർ കിട്ടും. ഓക്കെ, ഇത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ചെയ്യുമ്പോഴേക്കും ക്ലിയർ ആയിക്കോളും.
അപ്പം നമ്മളിപ്പോൾ പഠിച്ച കാര്യം ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഒരു തിയറി ആയിട്ട് നമുക്കത് പറയുകയാണെങ്കിൽ the difference between any two terms of an arithmetic sequence in the product of the difference of position and the common difference. എന്താണ് the difference between any two terms of an arithmetic sequence? ഒരു arithmetic sequenceലെ ഏതെങ്കിലും രണ്ട് ടേംസുകൾ തമ്മിലുള്ള ഡിഫറൻസ്, ഒരു arithmetic sequenceലെ ഏതെങ്കിലും രണ്ട് ടേംസുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? Product of the difference of position and the common difference. ആ സീക്വൻസിലെ എന്താണ് ടേംസുകൾ തമ്മിലുള്ള ഡിഫറൻസിന്റെയും കോമൺ ഡിഫറൻസിന്റെയും പ്രോഡക്റ്റുകൾക്ക് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് the difference between any two terms of an arithmetic sequence. അരിത്തമാറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും രണ്ട് ടേംസുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? the difference of position and the common difference. ഈ പൊസിഷൻ ഡിഫറൻസും കോമൺ ഡിഫറൻസും തമ്മിൽ ഇൻഡു ചെയ്ത ആ പ്രൊഡക്റ്റിന് ഈക്വൽ ആയിരിക്കും.